കുറച്ച് ഫ്ലവേഴ്സാണ് വരച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ ആ വരച്ച പിക്ചർ റബ്ബ് ചെയ്തതിന് ശേഷം അതിൽ യെല്ലോ കളർ വാഷ് ചെയ്യുന്നു. കാരണം നമ്മൾ വരച്ച പിക്ചറിന് അവോയ്ഡ് ചെയ്ത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് യെല്ലോ ലൈറ്റായിട്ട് വാഷ് ചെയ്യുന്നത്. അത് 45 ഡിഗ്രി ആംഗിൾ ചരിച്ച് പിടിച്ച് വേണം അത് ചെയ്യാൻ. ചെയ്തതിന് ശേഷം അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഫ്ലവേഴ്സിൽ കളർ ടച്ച് ചെയ്യുന്നു. റെഡ് കളർ കൊണ്ട് അത് ലൈറ്റായിട്ട് റെഡ് കളർ കൊണ്ട് ഫ്ലവേഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ഫ്ലവറിൽ അതിൽ ഓറഞ്ച് കളർ ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കതിൻ്റെ തണ്ടുകൾ ഗ്രീൻ കളർ ഡയറക്റ്റ് തന്നെ എടുത്ത് കൊടുക്കാം. പക്ഷേ എപ്പോഴും വാട്ടറിൽ മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. ലീഫും എല്ലാം വരയ്ക്കുമ്പോഴും വാട്ടറിൽ മിക്സ് ചെയ്ത് തന്നെ അത് ഫസ്റ്റ് ടോൺ ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക. അതിന് ശേഷം അത് ഡാർക്കാക്കി കൊണ്ടുവരിക. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത കളർ ഡ്രൈ ആയതിന് ശേഷം മാത്രമേ നെക്സ്റ്റ് അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഗ്രീൻ കളർ തണ്ടെല്ലാം വരച്ചതിന് ശേഷം ആ ലീഫൊക്കെ വരച്ചതിന് ശേഷം അല്പം ബ്ലാക്ക് കൂടെ ടച്ച് ചെയ്ത് വൺ സൈഡിൽ കൊടുക്കുമ്പോഴത്തേക്കാണ് അതിനൊരു പ്രൊജക്ഷൻ കിട്ടുന്നത്, ആ പിക്ചറിനൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. വേസിനാണ് കളർ ചെയ്യേണ്ട. ആ വേസിൽ ടീച്ചർ ബ്രൗൺ കളർ, ഒരു സൈഡ് ബ്രൗൺ കളറും ഒരു സൈഡിൽ ഓറഞ്ച് കളറും ടച്ച് ചെയ്തും കൊണ്ട് ടീച്ചർ അത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. പിന്നെ ഡിസൈൻസ് ടീച്ചർ വരച്ചിട്ടുണ്ട്. ആ ഡിസൈൻസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം. ടീച്ചർ ബ്ലൂവും യെല്ലോയും ആണ് ടച്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ കുറച്ച് ഡെക്കറേഷനും കൂടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ